ഇന്നാണെങ്കിൽ സൺഡേ ആയിട്ട് എല്ലാം ലേറ്റാണ് കേട്ടോ. എഴുന്നേക്കാനും ലേറ്റാണ്. പൊടിയും മല്ലിപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചു അതുകൊണ്ട് ഈ പണി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉണ്ട് കേട്ടോ. മിന്നൂട്ടി ആണെങ്കിൽ ഭയങ്കര കളിയിലാണ്. എല്ലാവർക്കും സൺഡേ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നാണെങ്കിൽ സൺഡേ ആയിട്ട് എല്ലാം ലേറ്റാണ് കേട്ടോ. എഴുന്നേക്കാനും ലേറ്റാണ്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ എത്ര സമയമായിന്ന് വെച്ചാൽ 12 മണി ആയിട്ടോ. ഞാൻ എണീക്കുമ്പോൾ തന്നെ 8 മണി കഴിഞ്ഞിന്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. അടിക്കൽ, തുടക്കൽ, അലക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അലക്കി മെഷീനിൽ അങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു. ഫുഡാണെങ്കിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പന്നിയാണെന്ന് വാങ്ങിച്ചിട്ടോ. പന്നി വെച്ച പോർക്കാണെന്ന് വാങ്ങിച്ചത്. അപ്പോൾ പോർക്ക് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വേർത്ത് കുളിച്ചിരിക്കുക കേട്ടോ. കിച്ചണിലാണ് കേട്ടോ. ഭയങ്കര ചൂടാണ് കേട്ടോ. കിച്ചണിൽ നിൽക്കാനേ പറ്റുന്നില്ല ഇപ്പോൾ. അപ്പോൾ പോർക്ക് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോർക്കൊക്കെ ഞാൻ ആദ്യം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തു. അതിനുശേഷം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെച്ച് കുറച്ച് നേരം വെച്ച് വിട്ടു. റെസ്റ്റ് ചെയ്തു. ഉപ്പൊക്കെ ഇട്ടിന് കേട്ടോ. ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിന്. അതിനുശേഷം നമ്മൾ മസാലയൊക്കെ വഴറ്റിയിട്ട് അതിനകത്തോട്ട് മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ആദ്യം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചതക്കാണ്ട് അതൊക്കെ എണ്ണയിലിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത പോർക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേവാനൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മസാലയൊക്കെ ഒന്ന് ചൂടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു നെയ്ച്ചോറും കൂടി ഉണ്ടാക്കണം. അപ്പോൾ സൺഡേ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. കുറച്ച് ലേറ്റ് ആവും എല്ലാ പണിയും. ഇനി നമുക്ക് ഫുഡൊക്കെ ആക്കിയിട്ട് വേണം ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ കുളിച്ചാൽ നേരാവില്ല. പിന്നെ കിച്ചണിൽ കയറി നമ്മൾ വേർത്ത് കുളിച്ച് ഒരുവിധമാവും. അതുകൊണ്ട് ഈ പണി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ നമുക്ക്. ഇതെവിടെ രണ്ടാളിവിടെ ഉണ്ട് കേട്ടോ. മിന്നൂട്ടി ആണെങ്കിൽ ഭയങ്കര കളിയിലാണ്. അവൾക്ക് മിന്നൂട്ടിക്ക് ഇതൊരു ടേബിൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ ചെയറൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ എവിടെയാണ് ബെഡിലാണെങ്കിൽ ബെഡിലിരുന്നിട്ട് ഇങ്ങനെ ടേബിൾ അവിടെ വെച്ചിട്ട് എഴുതാൻ പറ്റിയ സംഭവമാണ്. പിന്നെ ഒരു ബോർഡും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. എവിടെ മിന്നൂട്ടി ബോർഡ്? ബോർഡ് എവിടെ കാണിക്ക്. പൂജയാണെങ്കിൽ മൈലാഞ്ചി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൈ നിറയെ അതിനെവിടെ സ്ഥലമൊന്നും എനിക്കറിയില്ല. ഒരു കവറ് മൊത്തമായിട്ട് തീർന്നിട്ടുണ്ട്. ആ മൈലാഞ്ചി കാണിക്കുന്നുണ്ട്. മിന്നൂട്ടിക്ക് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ എഴുതി കാണിക്കാറോ മിന്നൂട്ടി ആണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരമാണ്. എന്താണ് സ്മോൾ ലെറ്റർ ചെയ്ത് ക്യാപിറ്റൽ എഴുതിന് നീ? വെരി ഗുഡ്. പക്ഷെ ഇവിടെ മാത്രം തെറ്റിപ്പോയി. ഇതിവിടെ ഇത് സ്മോൾ ആയിപ്പോയി എഴുതിയത്. ക്യാപിറ്റൽ എഴുത് അവിടെ. മിന്നു അവിടെ ക്യാപിറ്റൽ എഴുതിയത് ശരിയായി. ഇതാ മിന്നൂട്ടി കുളിച്ചിട്ടൊന്നുമില്ല കേട്ടാ. രാവിലെ എണീച്ച പോലെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കുളിപ്പിക്കാമെന്ന്. പൂജയാണെങ്കിൽ രാവിലെ കുളിച്ച് സുന്ദരിക്കുട്ടിയായിട്ട് മൈലാഞ്ചി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളകാണ് ഇട്ട് കൊടുക്കണേ. നേരത്തെ കുറച്ച് അത് വേവിച്ച ശേഷം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിന്. പിന്നെ ഇതാ കുറച്ച് എരിവില്ല മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇരിക്കട്ടെ എല്ലാ മസാലയല്ലേ. ഇനി നമുക്ക് കുരുമുളക് കേട്ടോ. കുരുമുളക് ചേർത്ത് കൊടുക്കാം. കണക്കൊന്നുമില്ല കേട്ടോ. എങ്ങനെ ഇട്ട് കൊടുക്കാന്ന് എന്താവുന്നൊന്നും അറിയില്ല. എരിവ് കൂടുമെന്നൊന്നും അറിയില്ല. ഇനി നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് വേണം നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ മസാലകളൊക്കെ കുറച്ചധികം ഇട്ട് കൊടുത്തേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇത് പച്ചവെള്ളം കേട്ടോ, തിളപ്പിച്ച വെള്ളമൊന്നുമല്ല. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് ഉരുളക്കിഴങ്ങ് ഞാൻ ഇപ്പോഴായിട്ട് ഇട്ട് കൊടുത്തേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് ചിക്കനിലൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വേറെ എന്തൊക്കെയോ പണിയുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ. കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് മിന്നോട്ട് ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കച്ചറയാണ് ഗൈസ്, ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. എന്തെന്നാ മിന്നു നിനക്ക് പറ്റിയേ? എന്തെന്ന് മിന്നു, എൻ്റെ കുക്കർ മിന്നു താഴെ ഇട്ടു ഗൈസ്. മിന്നു പഠിച്ചു കേട്ടോ. മിന്നെ തുണി എടുത്തതാണ്, അപ്പം അതിൻ്റെ മുകളിലായിരുന്നു എൻ്റെ കുക്കർ. അത് താഴെ പോയി. ഭഗവാൻ, നമുക്കിനി ചോറ് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കുക്കർ വെച്ചത്. അപ്പം ഞാനത് ഈ ക്ലാസ്സിന് 3 ഗ്ലാസ്സാണ് അരി വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനപ്പോൾ ഈ ക്ലാസ്സിന് ഒരു 6 ഗ്ലാസ് വെള്ളം എടുക്കാം കേട്ടോ. മൂന്ന് ഗ്ലാസ് അരി. നമ്മുടെ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നെയ്യ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഉരുകി വരട്ടെ. ഇനി നമുക്കിതാ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ പോർക്ക് കറി റെഡി ആയിട്ടോ. അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയല്ലേ. കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ആക്കിയത്. നമുക്ക് കുറച്ച് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ഇളക്കിയ ശേഷം കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിൻ്റെ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ ചെറിയൊരു പാട്ട് പാടിയതാണ്. എൻ്റെ ഉപ്പേ വീടെ, എൻ്റെ ഉപ്പിൻ്റെ ബോട്ടിലെ വീടേ. അങ്ങനെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് നാരങ്ങാനീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുക്കറിൻ്റെ അടുത്ത് കാണാം. ഓക്കെ, ഇത് ഞാൻ കൈമ പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് വീഡിയോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് അനങ്ങിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതാണ് അങ്ങനെ നമ്മുടെ പന്നിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്കിനി ഒന്ന് മൊഞ്ചത്തിയാക്കിയാലോ. കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് തന്നെ തക്കാളിയും കൂടി ഇട്ട് എടുത്തിട്ട് നമ്മൾ ഈ കറിനെ ഒന്ന് മൊഞ്ചത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ പോർക്ക് റെഡിയായി. ചോറിതാ ഗ്യാസിലുണ്ട് കേട്ടോ. ഇനി തൈരൊക്കെ ആക്കാനുണ്ട്. അങ്ങനെ മൊഞ്ചത്തി പോർക്കിലേക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പിരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മൊഞ്ചത്തി പോർക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറും കൂടി ആയാലും നമുക്ക് കഴിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുളിച്ചിട്ട് വരാം. അപ്പം നമ്മളെ അതിൻ്റെ ഇടയിൽ ഇത് ആയി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഓഫ് ചെയ്തു. അത് ഓഫ് ചെയ്ത് അടച്ച് വെച്ചു. പിന്നെന്താണ്, ഇതാ അടുക്കള മൊത്തമായിട്ട് വൃത്തിയേടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പാത്രമൊക്കെ കഴുകി ഒന്ന് സെറ്റാക്കിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പം നമ്മളിതാ നമ്മുടെ കുക്കർ വിസിൽ
വിസിലടിച്ചിട്ടുണ്ട്. 2 വിസിലടിച്ചു കേട്ടോ. ഓഫ് ചെയ്ത് വെച്ച് നമ്മുടെ പോർക്ക് കറി റെഡിയായി. എന്താ കിച്ചണൊക്കെ നല്ല വൃത്തി കഴുകിയില്ല, പാത്രമൊക്കെ കഴുകി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞു കുടിക്കാൻ വെച്ച വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നേരെ പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. മിന്നുട്ടിനെ ഫസ്റ്റ് കുളിപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് ഞാനും കുളിക്കണം. അപ്പം ഞാൻ ഇപ്പം വരാം കേട്ടോ. ഭയങ്കര കളിയാണ് കേട്ടോ. ക്ലേ ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കിട്ടിയ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ മിന്നുട്ടിനെ കൊണ്ടുപോയിട്ട് ഒന്ന് കുളിപ്പിച്ചിട്ട് വരാം. മിന്നു കുളിക്കാമോ? മിന്നു വേഗം കുളിച്ചിട്ട് വരാം. ഓക്കെ. എപ്പോഴും കുളിക്കാൻ മടി ഗെയ്സ്, പറഞ്ഞ കേൾക്കാത്ത കുട്ടിയാണ് കേട്ടോ. നല്ല കുട്ടിയാണ്. മിന്നു ബാഡ് ഗേൾ ആണോ ഗുഡ് ഗേൾ ആണോ? ബാഡ് ഗേളാ? ഗുഡ് ഗേൾ എന്ന് പറയുന്നു ഞാൻ തന്നെ പറയേണ്ടി വരും. എന്തോ പറഞ്ഞു, എന്തി പിന്നെ പറഞ്ഞു, ഒന്നും കൂടി പറഞ്ഞേ. ഗുഡ് ഗേൾ. അതെങ്കിലും കുളിക്കാൻ വിളിക്കുമ്പോൾ വരണം. വേഗം വന്നോ. അങ്ങനെ ഫസ്റ്റ് മിന്നൂട്ടിനെ കുളിപ്പിച്ചിട്ട് വിട്ട ശേഷം ഞാനും കൂടി കുളിച്ചിട്ട് നേരെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചൊറിയുന്നുണ്ട് കേട്ടോ. എവിടെയോ ചെറിയ നെയ്യുറുമ്പ് കയറി കുത്തിരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, കടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പൂജ പോയിട്ട് തൈര് വാങ്ങിച്ചു കൊണ്ടുവന്നു. അങ്ങനെ തൈര് പൊട്ടിച്ചിട്ട് ഞാനൊന്ന് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സ്പൈസസ് ഒന്നും ഇട്ടില്ല കേട്ടോ. അതിൻ്റെ സ്മെല്ല് ഹസ്ബൻഡിന് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്. അതിനിടയിൽ ഞാനിതാ തക്കാളിയും ഉള്ളിയും ഒക്കെ കട്ട് ചെയ്തു. അതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞെരണ്ടി എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പച്ചമുളകും കൂടി ഇടലുണ്ട്, പിന്നെ കക്കരിക്ക ഇടലുണ്ട് കേട്ടോ. കക്കരിക്ക തീർന്നു പോയിട്ടുണ്ട്. പച്ചമുളകാണെങ്കിൽ മിന്നോലം കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടാത്ത. ചിലപ്പോൾ അതിന് അത് കഴിക്കുന്ന സമയത്ത് കടിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ അന്നത്തെ ദിവസം പോയി കിട്ടും. അതുകൊണ്ട് ഞാൻ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. ഇനി തൈരൊന്നും പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇങ്ങനത്തെ തൈരും കിട്ടും, പാക്കറ്റ് തൈരും കിട്ടും. ഇങ്ങനത്തെ തൈരാട്ടോ ഒന്ന് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ മുകളിൽ തടപ്പൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കട്ട തൈരാണ്, കാണാൻ നല്ല രസമുണ്ടല്ലോ, ഐസ്ക്രീം പോലെ ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അതെല്ലാം അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ കച്ചമ്പറ് എന്നൊക്കെയാണ് കേട്ടോ പറയണത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇന്നലെ ഞാൻ പപ്പടം കൊണ്ടതിന് പപ്പടം ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ പപ്പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അപ്പോഴത്തേക്ക് പപ്പടം എവിടെ തപ്പിയിട്ടും കാണുന്നില്ല കേട്ടോ. എന്നിട്ട് അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ചോറിനാണെങ്കിൽ ചോറ് വേവിച്ച് എല്ലാം സെറ്റാക്കി അതിൽ കണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടണമെന്ന് വിചാരിച്ചതാണ്. എനിക്ക് മറന്നുപോയി ഗൈസ്. ചോറ് കഴിക്കണ സമയത്താണ് ഹസ്ബൻഡ് പറഞ്ഞത് എന്താ അതൊക്കെ ഇടാത്തതെന്ന്. അതെനിക്ക് മറന്നുപോയി, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇടാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇനി വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കി. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാം കേട്ടോ. പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു, കുറച്ച് ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കറിയും പോർക്ക് കറിയും സാലഡും കൂട്ടിയിട്ട് നല്ലൊരു പിടുത്തം പിടിച്ചു കേട്ടോ. അച്ചാറുണ്ടായിരുന്നു, വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാഞ്ഞത്. അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ ഉച്ചയൂണ്. ഇന്നത്തെ ഉള്ളിക്ക് ഭയങ്കര കാരമായിരുന്നു. അതുകൊണ്ട് മിന്നൂട്ടി സാലഡ് കഴിക്കുന്ന സമയത്ത് അവൾക്ക് കണ്ണ് കത്തിയിട്ട് കുറേ നേരം അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം ഇത് ഉറുമ്പ് കടിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ചോറ് കഴിച്ച് അങ്ങനെ അവരൊക്കെ എഴുന്നേറ്റു കേട്ടോ. ലാസ്റ്റ് ഞാൻ മാത്രമായി. ഞാനാണെങ്കിൽ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കഴിച്ച് തീർക്കാനും പറ്റിയില്ല. അങ്ങനെ ഞാൻ പതുക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.